ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷ സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എന്താ പറയുക, നമ്മൾ എപ്പോഴും പറയല്ലേ, പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടുമെന്ന്. അത് സത്യം തന്നെയാണ്. നമ്മുടെ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന വലിയൊരു കളവാണ് ഇപ്പം പുതിയ പുതിയ ന്യൂസുകളായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 35 മിനിറ്റിന് മുമ്പ് ഞാൻ ദിയയുടെ അച്ഛൻ്റെയും ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അദ്ദേഹം അതിൽ പല കാര്യങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം ആ കുട്ടികൾ ചെയ്ത ഓരോ കാര്യങ്ങളും അവരുടെ ഭാവിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ എടുത്തു പറയാനാണെങ്കിൽ, ഇപ്പം ഏതൊരു മനുഷ്യരും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ജാതിപ്പേരെടുത്തങ്ങിടും. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ജാതി പറഞ്ഞു, ഇല്ലെങ്കിൽ ജാതിയെ കുറച്ച് കാണിച്ചു, ജാതിയെക്കുറിച്ച് പല രീതികൾ സംസാരിച്ചു, ഇല്ലെങ്കിൽ കറുപ്പും വെളുപ്പിനെയും കുറിച്ച് സംസാരിച്ചു. നമ്മൾ ഈ ഒരു 1-2 മാസമായിട്ട് പല രീതിയിൽ പല ന്യൂസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ വേടൻ്റെ കാര്യം. കാരണം വേടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഒരു പാവം പയ്യനാണ്. അത് ചെറുതിലെ മുതലേ കുറേ കഷ്ടപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അന്നേരം അവൻ്റെ കഴിവ് തെളിയിച്ചാണ് അവൻ ഇവിടം വരെ എത്തിയത്. എന്നിട്ടും ആ പയ്യനെ പറയാൻ കൊള്ളാത്ത രീതികളും പറയേണ്ട രീതികളും എല്ലാം പറഞ്ഞു. കാരണം അവനൊരു മിസ്റ്റേക്ക് പറ്റി, അവൻ്റെ ലഹരി മരുന്ന് യൂസ് ചെയ്തു, അതിൽ പിടിക്കപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു പുലിയുടെ നഖമോ എന്തോ ഒരെണ്ണം കഴുത്തിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തോ ഒരു സാധനം, എനിക്കറിയില്ല കറക്റ്റ് ഡീറ്റെയിൽ അതിൻ്റെ. അതും കാരണം ഈ ലോകത്ത് അതൊന്നും ധരിക്കാത്ത ആൾക്കാരായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. ചില വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും. ഇനി വേടൻ അത് ഇവിടുന്ന് ആരോ ഗിഫ്റ്റ് കൊടുത്തതാന്ന് പറഞ്ഞു. പുള്ളി അതിന് റീസൺ പറയുകയും ചെയ്തു. പക്ഷേ അത് തിരിച്ച് കിട്ടിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ആ വേടനെ വരെ പുള്ളിയുടെ പേര് വേടൻ എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ വരെ പുള്ളീനെ അത്രയും കുറച്ച രീതിയിൽ പല ആൾക്കാരും പല രീതിയിലും പല പാർട്ടിക്കാരോടെയും ചേർത്ത് പുള്ളീനെ സംസാരിച്ച്, ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി എന്തോ പഴയ രീതികളാണ് ഈ നാട്ടിൽ കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ പല രീതിയിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതുമാണ് കേട്ടോ. പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഈ ജാതിയെക്കുറിച്ച്. ഇപ്പം ഏതൊരു ജാതി ആയാലും, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാനിത് കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഉള്ളത് ഞാൻ പറയാണ്. ഈ കുറഞ്ഞ ജാതി കൂടിയ ജാതി എന്നുള്ള രീതിയിലൊന്നും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ഈ ഒരു മാക്സിമം ഒരു 2-3 എന്താ പറയുക, ഒരു 2-3-4 മാസത്തിനുള്ളിൽ വന്ന ഒരു വലിയൊരു എന്ത് പറഞ്ഞാലും അവനവൻ്റെ ജാതിയിൽ പറയാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അവൻ മുസ്ലിം ആയതുകൊണ്ട് അവനത് ചെയ്തതെന്ന് പറയാം. എന്താണ് അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? അത് ഒരു വ്യക്തി തെറ്റുകൾ ചെയ്യുന്നത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും ഈ 3 ജാതിയിൽപ്പെട്ട ആൾക്കാരായാലും തെറ്റുകൾ തന്നെയാണ്. അതിനവരെ ജാതിയായിട്ട് പറയേണ്ട കാര്യമില്ല. മനുഷ്യനാണ് തെറ്റ് ചെയ്യുന്നത്, ജാതിയല്ല തെറ്റ് ചെയ്യുന്നത്. മനുഷ്യർ ഓരോരുത്തരാണ് ഓരോ തെറ്റുകൾ ചെയ്യുന്നത്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? പിന്നെ കുറഞ്ഞ ജാതി, വലിയ ജാതി, ഉയർന്ന ജാതി അങ്ങനെയൊന്നും ഈ ലോകത്തെ എനിക്കില്ല. ഞാൻ പറയാം, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ആശുപത്രിയായി. ആ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിൽ ആരൊക്കെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്? ഇല്ലെങ്കിൽ തമ്പുരാന്മാരുടെ ബ്ലഡ് മാത്രമാണ് അവിടെ നിന്ന് എടുക്കുന്നത്, ഇല്ലെങ്കിൽ നായന്മാരുടെ ബ്ലഡ് മാത്രമാണ് എടുക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ജാതിക്കാരുടെയും ചോദിക്കുക. അല്ലല്ലോ. ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ്റെ ആണോ, ഹിന്ദുവിൻ്റെ ആണോ, മുസ്ലിം ആണോ? അങ്ങനെയല്ല. ജാതിയുടെ ബ്ലഡല്ല അവിടെ ഉള്ളത്, മനുഷ്യൻ്റെ ബ്ലഡാണുള്ളത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഒരു അസുഖം വന്നാൽ നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റായാൽ നമ്മൾ O പോസിറ്റീവോ B പോസിറ്റീവോ ഈ എന്താ പറയുക, എവിടെയും കിട്ടാത്ത ചില ബ്ലഡ് ഗ്രൂപ്പുണ്ട്. അവർക്ക് ചിലപ്പം ഏതൊക്കെ ആൾക്കാരുടെ ബ്ലഡ് ആയിരിക്കും കൊണ്ട് കുത്തി വെക്കുന്നത്. അന്നേരം നമ്മൾ മതം നോക്കും. അവൻ മുസ്ലിം ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ബ്ലഡ് കുത്താൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മുടെ ദേഹത്തിൽ ബ്ലഡ് കുത്താൻ പറ്റത്തില്ല, നമ്മൾ അപ്പം ചിന്തിക്കുമോ? അപ്പം നമ്മുടെ ജീവൻ രക്ഷിച്ചാൽ മതി, അവൻ ഏത് ജാതി ആയാലും കുഴപ്പമില്ല എന്ന് വെച്ച് നമ്മളത് മേടിക്കും. ആ ലെവലിൽ ചിന്തിക്കും മനുഷ്യർ. അല്ലാതെ ജാതിയുടെ പേര് അത് ഇത് ഇല്ലെങ്കിൽ മറ്റേത് മറിച്ചേത്, ഇന്ന ജാതി ഇന്ന ആൾക്കാരെന്നൊന്നും അങ്ങനത്തെ വളരെ മോശമാണ്. സമൂഹം ഭയങ്കര എന്താ പറയുന്നത്, നമ്മുടെ ഇനി വരുന്ന ജനറേഷൻ നമ്മൾ കുത്തി നിറച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഈ ജാതി വ്യവസ്ഥ ഇവിടെ ഇരുന്നത്. നമ്മുടെ ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. ആ കാലഘട്ടത്തിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്, നമ്മളൊരു സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇവിടെ അങ്ങനെ ഒരു ജാതിയില്ല.
അവരുടെ ശരീരം മുറിച്ചാലും ചുവന്ന രക്തമാണ്, നമ്മുടെ ശരീരം മുറിച്ചാലും ചുവന്ന രക്തമാണ് വരുന്നത്. അല്ലാതെ അതിൽ പ്രത്യേക കളർ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ മനുഷ്യൻ്റെ നിറങ്ങൾക്ക് വ്യത്യാസം വരും, അല്ലാതെ അതും ഈ ബ്ലഡും തമ്മിൽ യാതൊരു കാര്യങ്ങളുമില്ല. കാരണം എനിക്ക് പറയണം തോന്നിയാണ്, ഞാൻ എവിടെയും കണ്ടു. കാരണം നമ്മുടെ വേടൻ, പിന്നെ ഇപ്പോൾ ഈ ദയാകൃഷ്ണയുടെ ആ ഒരു പ്രശ്നത്തിൽ അവരുടെ ആ 3 പെൺകുട്ടികളും പറഞ്ഞതും ജാതി രീതിയിൽ ദിയ സംസാരിക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ ആ സമയത്ത് അത് കേട്ടോണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് അത് പറയേണ്ടത്? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കുക. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കുക. അല്ലാതെ അവരെ കടയിലെ പൈസയെല്ലാം മോട്ടിച്ചുകൊണ്ട് പോയി അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് പിടിച്ചു കഴിയുമ്പോൾ അവരിങ്ങനെ ആയിരുന്നു, അവരങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് വളരെ ഫ്രോഡുത്തരാണ്. ഇനി ആ കുട്ടികളുടെ ജീവിതം എന്താവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഉള്ളത് പറയാണ്. കാരണം കള്ളി എന്നുള്ള രജിസ്റ്റർ അവർക്കായിക്കഴിഞ്ഞു. കാരണം നമ്മൾ ആലോചിക്കണം, ഒരു കടയിൽ നിന്ന് ഇപ്പോൾ ഇവരൊരു 10, 69, 70 ലക്ഷം രൂപ ആ ഒരു കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ആ കടയുടെ വരുമാനം ഒരു 15 ലക്ഷം രൂപയെങ്കിലും ആവണം. ഒരു ദിവസം വെച്ച് ഇവർ ഇത്ര എമൗണ്ട് എടുത്താൽ മാത്രമേ ഇവർക്ക് ഇത്ര ലക്ഷം രൂപ, ഇത്രയും രൂപ ആവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത്ര രൂപ വെച്ച് ഇവർ എടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ 500, 250, 100 അല്ല അവരെടുത്തിരിക്കുന്നത്. ഒരു ഡെയിലി അവർ ഇത്ര വലിയൊരു സംഖ്യ വെച്ചിട്ടാണ് ആ എമൗണ്ട് ആ കടയിൽ നിന്ന് പറ്റിച്ചിരിക്കുന്നത്. ഇനിവ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പോലീസ് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും, താമസിയാതെ തന്നെ കാണാൻ പറ്റും. അത് വേറെ സത്യം. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജാതിയിലോ ഇല്ലെങ്കിൽ അവൻ ഉയർന്നവൻ ഇവൻ താഴ്ന്നവനൊന്നും പറയാനോ പാടില്ല. പൈസയുള്ളവർ വലിയ വീട്ടിൽ താമസിക്കുന്നു, പൈസ ഇല്ലാത്തവൻ ചെറിയ വീട്ടിൽ താമസിക്കുന്നു. ആ ഒരു പൈസയ്ക്കാണ് അവിടെ വ്യത്യാസം വരുന്നത്, അല്ല മനുഷ്യനല്ല. അപ്പം ആ രീതിയിൽ ആരെയും കാണാതിരിക്കുക. കാരണം ഞാനിപ്പം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ എൻ്റെ ഇവിടെ അടുത്തൊരു ആളാണ്. കാരണം ഞാൻ ഈ ഫ്ലാറ്റ് ആക്ച്വലി റെൻറ്റിനാണ് താമസിക്കുന്നത്. അന്നേരം എൻ്റെ ഈ ഫ്രണ്ടിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് പറയാം. ഒരു മുസ്ലിം പേരാണ് എൻ്റെ ഈ ഡോറിൽ എഴുതിയിരിക്കുന്നത്. കാരണം അന്നേരം ആ സമയത്ത് എൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ടീം അവർ ഹിന്ദുക്കളാണ്, മുസ്ലിമാണെന്ന് വെച്ചിട്ട് സംസാരിച്ചിട്ടില്ല. അന്നേരം ഒരു ദിവസം ഞാനിങ്ങനെ ഇറങ്ങിയപ്പം ഞാൻ ജസ്റ്റ് അടുത്ത് ഹായ് പറഞ്ഞു, നിൽക്കുന്നുണ്ട് ഹായ് പറഞ്ഞു. അത് ചോദിച്ചു ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അല്ല ഇവിടെ മുസ്ലിം പേര് കണ്ട് ഞങ്ങൾ വിചാരിച്ച് മുസ്ലിം ഇരിക്കുമെന്ന്, അതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചു. എന്താ മുസ്ലിങ്ങളടുത്ത് സംസാരിച്ചാൽ എന്താ പ്രശ്നം? അതാണ് എനിക്കറിയാത്തത്. എനിക്കന്നേരം അവരോടൊരു പുച്ഛം തോന്നിപ്പോയി. കാരണം നമ്മുടെ രാജ്യം മതേതര രാഷ്ട്രമാണ്. ഈ ഒരു ഫ്ലാറ്റിനുള്ളിൽ നമ്മൾ മതം പറയാനുള്ളതല്ല. അതവർ ചെയ്ത വലിയ റോങ്ങാണ്. കാരണം അവർ സംസാരിച്ചപ്പോൾ അവർ അയ്യറാണ്. അപ്പം അയ്യറാണെങ്കിൽ എന്താ പ്രശ്നം? എന്താ കൊമ്പത്താണ് ഇരിക്കുന്നത് അയ്യർമാർ? എല്ലാം ചോദിക്കുക, കൊമ്പത്താണ് അയ്യർ എന്ന് പറയുന്ന സ്ഥാനം ഇരിക്കണം? ഒരിക്കലും അല്ല. സാധാ മനുഷ്യരാണ്, സാധാ വ്യക്തികളാണ്. അതിൽ അയ്യർമാരെന്നോ ഇല്ലെങ്കിൽ നായന്മാരെന്നോ ഈഴവാസെന്നോ വേടനെന്നോ പോലേനെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്. അത് ഞാൻ ആലോചിച്ച് അവർക്ക് എന്ത് രീതിയായിട്ടാണ് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചത് തന്നെയാണ്. ഇവരിത്രയും ഒരു രീതിയിൽ ഒരു മുസ്ലിമാണെന്ന് വെച്ച്, ഞാനിവിടെ താമസിക്കുന്നൊരു മുസ്ലിമാണെന്ന് വെച്ച് എന്നോട് സംസാരിക്കാതെ ഇരിക്കുക നമുക്ക് ആവശ്യമില്ലല്ലോ ഒന്ന് മുസ്ലിങ്ങളോട് സംസാരിക്കേണ്ടത്. എന്താണ് മുസ്ലിങ്ങളോട് സംസാരിച്ചാൽ? ഈ ലോകത്തെ എല്ലാ മനുഷ്യരും നല്ലതാണ്. പിന്നെ ഓരോ മതങ്ങൾക്ക് അവരവരായ കാര്യങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ഹിന്ദുവാണ്, അതിനിപ്പോൾ എന്താ? വേറുള്ളൊരു മുസ്ലിമാണ്, അതിനിപ്പോൾ എന്താ? വേറുള്ളൊരു ക്രിസ്ത്യൻസാണ്, അതിനെന്താ? നമ്മൾ ജീവിക്കുന്ന എവിടെ? ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരു സുനാമി വന്നാലോ അല്ലെങ്കിൽ ഒരു കൊറോണ വന്നാലോ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ മതം. അതൊന്നും ആരും മനസ്സിലാക്കുകയില്ല. എത്ര വന്നാലും നമ്മുടെ ആൾക്കാരെ കൊണ്ട് പഠിക്കില്ലെന്നേ. കാരണം അവരാ ഒരു പറഞ്ഞ വേർഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ മുസ്ലിമാണെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് സംസാരിക്കാഞ്ഞെന്ന്. എന്നാൽ എൻ്റെ ഈ ഫ്ലാറ്റ് ഫുൾ മുസ്ലിങ്ങളാണ് താമസിക്കുന്നത് ഏറ്റവും കൂടുതലെന്ന്. അവരാരോട് സംസാരിക്കില്ലേ എന്നൊരു ജീവിതകാലത്ത്? ഞാൻ ചോദിക്കുക, ജീവിതകാലത്തൊന്നും അവർ സംസാരിക്കില്ലേ? ഈ ജാതി, മതം എന്നിവ പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ വെറും
ബോറന്മാരാണ്, എൻ്റെ അറിവ് ഞാൻ പറയാണ്. അതുപോലെ ജാതിപ്പേര് ചേർക്കുന്ന ആൾക്കാർ, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരിക്കലും എൻ്റെ ഇതിനോട് ജാതിപ്പേര് ചേർക്കത്തില്ല. എനിക്ക് താല്പര്യവും ഇല്ല ആ ഒരു വിഷയം. എൻ്റെ മകളുടെ ഇതിലും ചേർത്തിട്ടില്ല, എൻ്റെ പേരിൽ ഞാൻ ചേർത്തിട്ടില്ല. എന്തിനാണ്? വലിയ സ്ഥാനം എവിടെ നേടിച്ച് വെക്കാനാണ്? എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നമുക്കത് നേടാനുണ്ടോ ഈ സ്ഥാനം? നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം, അല്ലാതെ അതിലെങ്ങും ഒരു വാല്യൂ ഞാൻ കാണുന്നേയില്ല. സീരിയസ്ലി പറയാം, ഒരിക്കലും കാണുന്നില്ല. പിന്നെ എടുത്തു പറയാൻ നമ്മുടെ പൂർണ്ണത്രേശ്യൻ ടെമ്പിളിൻ്റെ ആ സൈഡിൽ അങ്ങനെ ഒരു മാറ്റമുണ്ട്. ഉള്ളത് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ താമസിച്ചിരുന്ന ആളാണ്, ഞാൻ ഉള്ളത് പറയാണ്. ആ ഒരു ഏരിയയിൽ അങ്ങനെ ഹിന്ദുക്കൾ എന്നുള്ള രീതിയിൽ ഒരു ഉള്ളതുണ്ട്. അത് ഞാൻ ആര് കണ്ടാലും കണ്ടില്ല ഞാൻ ഉള്ളതുപോലെ തന്നെ പറയും. അതുണ്ട്, അത് ചില ആൾക്കാരിലുണ്ട് അവിടെ. അത് ആൾക്കാരെ പേര് ഞാൻ എടുത്തു പറയാത്തതാണ്. ചില ആൾക്കാരിൽ അങ്ങനെ ഹിന്ദുക്കൾ എന്നുള്ള രീതിയിലും വേറുള്ള ജാതിക്ക്, ഹിന്ദുക്കളിൽ തന്നെ വേറെ ഏതൊക്കെ ജാതിയും തിരക്കുന്ന ആൾക്കാർ പൂർണ്ണത്രേശ്യൻ്റെ ആ സൈഡിലുണ്ട്. അത് ചില മനുഷ്യരുടെ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ്, ഉള്ളത് പറയാമല്ലോ, വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ്. മതം ഏതായാലും മനുഷ്യൻ ഒന്നായാൽ മതി എന്നാണ് പ്രമാണം. അത് നമ്മളെല്ലാവരും മറന്നു പോകുന്നത്. അപ്പം എനിക്കിന്ന് ഇതാണ് പറയാനുള്ളത്. കാരണം ജീവിതത്തിൽ ഓരോരോ മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെന്ന് പെടുന്നുണ്ട്, ഇതറിയുന്നുണ്ട്. ആരും മതം എന്ന് പറയുന്ന കാര്യത്തിൽ തൊട്ട് കളിക്കാതെ പോവുക. കാരണം നമ്മളായിട്ട് ഇനി വരുന്ന ജനറേഷനിൽ അത് കുത്തിവെക്കാതിരിക്കുക. അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഇനി ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാ മനുഷ്യരും എല്ലാ മതങ്ങളും ഞാൻ ഒരു മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, ഞാൻ അങ്ങനെ കാണില്ല. എനിക്കെല്ലാം ഒരുപോലെയാണ്. എൻ്റെ മകളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തിയും ക്രിസ്ത്യനാണ്. ഞാൻ ആ മതം അങ്ങനെ ആയതുകൊണ്ടല്ല ആ റിലേഷന് വേണ്ടാന്ന് വെച്ചത്. അതിൽ വേറെ പല കാര്യങ്ങളുണ്ടായത് കൊണ്ടാണ്. അന്നേരം നിങ്ങൾ വിചാരിക്കുക ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചെങ്കിൽ സൈന്ധിക സമ്മതി, ഒരിക്കലും അല്ല. അവളുടെ ഇഷ്ടമാണ്, അവൾ ഏത് മതത്തെ കല്യാണം കഴിക്കണമില്ല, അവൾ എങ്ങനെ ജീവിക്കണമെന്ന് അവളുടെ ഇഷ്ടമാണ്. പക്ഷേ അവൾ ഇപ്പോൾ ചെയ്തതാണ്, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കേസാണ്. അതിന് മാത്രമാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അത് എനിക്കെന്നല്ല, ലോകത്തൊരമ്മമാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ ആ ഒരു കാര്യം. അത് പതിയെ ഞാൻ നിങ്ങളോട് എന്തായാലും തീർച്ചയായിട്ടും അത് പറയാം എന്താ കാര്യമെന്ന്. ഇന്നെനിക്കിപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.